ഹലോ, ഇന്ന് നമുക്കൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ? ഈ വീട്ടമ്മമാർക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണല്ലേ, നാളെ മോർണിംഗ് എന്തുണ്ടാക്കും? നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേര് ചട്ടിയപ്പം. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു മൺചട്ടിയാണ്. ഈ മൺപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ധാരാളം മിനറൽസ് ഈ മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബോഡിയുടെ pH ബാലൻസ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ച് അത് കുടിക്കുന്നവരുണ്ടല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം. ഈ ചട്ടിയപ്പം ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ്. ആവശ്യത്തിന് പച്ചരി ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസ് പച്ചരി എടുത്താൽ നമുക്കൊരു 6 അപ്പം വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അരി എടുക്കുക, നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യുക. അതിനുശേഷം ഈ അരി നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ ഒരു പിടി തേങ്ങ ചിരവിയതും ഒരു പിടി ചോറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. നമ്മൾ ഈ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ അരച്ചെടുക്കുമല്ലോ കുറച്ച് കട്ടിയായിട്ട്, അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് അരച്ചെടുത്താൽ മതി. എന്ന് വെച്ചാൽ ദോശമാവിൻ്റെ അത്രത്തോളം ലൂസാവണ്ട, എന്നാൽ ഇഡലിയുടെ കൂടിൻ്റെ അത്ര കട്ടിയും വേണ്ട. അങ്ങനെ പിന്നെ തേങ്ങ കുറച്ച് അധികം തന്നെ ഇട്ടോളൂ കേട്ടോ, നല്ല ടേസ്റ്റാവും. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായല്ലേ. ഇനി നമ്മുടെ ചട്ടി നേരെ സ്റ്റൗവിലേക്ക് വെക്കാം. ചട്ടി നന്നായി ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു തവിയിൽ നമ്മുടെ മാവ് കോരി ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം. ചട്ടിയിലേക്ക് ഒഴിച്ച ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ ചെറിയ ചെറിയ ഹോൾസ് വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് അത് അടച്ചു വെക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചട്ടിയിൽ ആദ്യം തന്നെ എണ്ണയോ നെയ്യോ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല. ചട്ടി ചൂടായ ശേഷം ഡയറക്റ്റായിട്ട് മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. സോ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കും ഇതൊന്ന് റെഡിയായി കിട്ടാൻ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. കുക്കായെന്ന് തോന്നിയാൽ നമ്മുടെ ചട്ടിയപ്പം നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളല്ലേ. അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെള്ളപ്പത്തിൻ്റെ ഒക്കെ പോലെ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കില്ല കേട്ടോ, കുറച്ച് കട്ടി ഉണ്ടാവും, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായി എനിക്ക് തോന്നിയിട്ടുള്ളത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയും ചട്ടിയപ്പവും നല്ല കോമ്പിനേഷനാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം മോർണിംഗ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ചട്നി ആക്കാം. നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ തന്നെ ചട്ടിയപ്പം കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ മദർ ഇൻ ലോ ആണ്. അപ്പോൾ അമ്മയ്ക്ക് നന്ദി. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.